ജലവിതരണ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നതായി ആക്ഷേപം. അതിരമ്പുഴ പഞ്ചായത്തിലെ 21-ാം വാർഡിൽ അതിരമ്പുഴ ലിസ്യു കൈപ്പിട റോഡിൽ കുരിശുപള്ളി കവലയോട് ചേർന്ന ഭാഗത്താണ് കോൺക്രീറ്റ് റോഡിന് അടിയിലൂടെ കടന്നു പോകുന്ന ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴാകുന്നത്. പൈപ്പ് പൊട്ടിയിട്ട് 6 മാസക്കാലമായിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുയർന്നു. ജലമൊഴുകി റോഡിന്റെ ഒരു ഭാഗം കൈത്തോടായി മാറിയെന്നും ഇതിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം സമീപത്തെ തോട്ടിൽ പതിക്കുകയാണെന്നും പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ മാത്തുക്കുട്ടി മാങ്കൂട്ടിൽ പറഞ്ഞു. കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാർ പണിതീർത്ത ഒരു റോഡാണിത്. ഒരു ശാപമോക്ഷം പോലെ ഉണ്ടായി കിട്ടിയ റോഡാണ്. ഈ റോഡിൽ ഈ ഭാഗം ചുറ്റും വയലായതുകൊണ്ട് 3 അടിയോളം കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് അത് CC-യും RCC-യും ചെയ്ത് ഇത്രയും ഉയർത്തിയെടുത്ത റോഡ്, അതിൻ്റെ അടിയിൽ കൂടി പോകുന്ന കുടിവെള്ളത്തിൻ്റെ ലൈന്, അതിലോലമായ പൈപ്പ്, മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ പൈപ്പ് ഈ 3 അടി ആഴത്തിലിട്ട് അതിൻ്റെ മേലാണ് ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കോൺക്രീറ്റിങ് കഴിഞ്ഞ് താമസിയാതെ തന്നെ ഈ വെള്ളം ലീക്ക് ചെയ്യാൻ തുടങ്ങി. ആ ലീക്ക് ചെയ്യാൻ തുടങ്ങി റോഡിൻ്റെ പാർശ്വഭാഗം ഇപ്പോൾ യഥാർത്ഥത്തിലൊരു കൈത്തോടായിട്ട് മാറിയിരിക്കുക. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഒഴുകി ഇതിനടുത്തുള്ള പെണ്ണാറുതോടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തോട്ടിലേക്ക് ഒഴുകി വീഴാൻ തുടങ്ങിയിട്ട് കാലഘട്ടങ്ങൾ 6-7 മാസത്തോളമായി. ഇത് നിരന്തരം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇത് അധികൃതർ ആരും കാണുന്നുമില്ല, ഒരു നടപടികളുമില്ല. ഇതിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവിടെ കുടിവെള്ളത്തിനുള്ള കണക്ഷൻസ് വീടുകളിലേക്ക് കൊടുത്തേക്കുന്ന ആ പൈപ്പ് ലൈനിലെ പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ വെള്ളം അപങ്കുരം ഇങ്ങനെ ഒഴുകി പൊക്കൊണ്ടിരിക്കുക. വില കുറഞ്ഞ ഗുണനിലവാരമില്ലാത്ത പൈപ്പ് ഇട്ടതിന്റെ ഫലമായാണ് ഈ വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നതെന്നും നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഈ അപാകത ബന്ധപ്പെട്ടവരോട് ചൂണ്ടിക്കാട്ടിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു.